Next problem. Draw the isometric view of a hexagonal prism of 30 mm side and height 60 mm, resting with its base edge on the ground and parallel to VP. അടുത്തത് ഒരു ഹെക്സഗണൽ പ്രിസം വരയ്ക്കാനാണ് പറഞ്ഞത് ഐസോമെട്രിക് ആയിട്ട്. സോ നമ്മൾ ആദ്യം XY ആക്സ് വരയ്ക്കുക, എന്നിട്ട് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആദ്യം വരയ്ക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് വിത്ത് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ ദ ഗ്രൗണ്ട്. സോ ഇതാണ് ഹെക്സഗണൽ പ്രിസം എന്ന് വിചാരിക്കുക. ഇതൊരു ഹെക്സഗണൽ പ്രിസമാണ്. മുകൾ ഭാഗവും താഴെ ഭാഗം ഒരേ ഷേപ്പ്, സൈഡിലൊക്കെ റെക്റ്റാങ്കുലർ ഷേപ്പ്. ഇത് റെസ്റ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട് വിത്ത് ഇറ്റ്സ് ബേസ് എഡ്ജ് കൊണ്ടാണ് തറയിൽ റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വെറുതെ അത് തറയിൽ വെച്ച രൂപത്തിൽ വിചാരിക്കുക, അതിനുശേഷം ഒരു ബേസ് എഡ്ജിൽ മാത്രം റെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഐസോമെട്രിക് വ്യൂ എന്ന് പറയുമ്പോൾ മുകൾ ഭാഗം നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെരിക്കുക, നമ്മളിരിക്കുന്ന ഭാഗത്തേക്ക് മുകൾ ഭാഗം നമ്മളുടെ അടുത്തേക്ക് ചെരിക്കുക, അതാണ് ഐസോമെട്രിക് വ്യൂ. അപ്പോൾ അങ്ങനെ ഈ മുകൾ ഭാഗം നമ്മുടെ അടുത്തേക്ക് ചെരിക്കുമ്പോൾ ഒരു ബേസ് എഡ്ജിൽ മാത്രമായിട്ട് അത് റെസ്റ്റിങ് വരൂലേ, അതാണ് നമ്മൾ വരയ്ക്കേണ്ടത്. സോ ആദ്യം നമ്മൾ അങ്ങനെ ചെരിക്കാത്ത രൂപത്തിലുള്ളൊരു ഓർത്തോഗ്രാഫിക് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ മുകളിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് എന്താ കാണുക, എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ആ ഒരു ഹെക്സഗണൽ ഷേപ്പ് കാണും. ഫ്രണ്ടിൽ നിന്ന്, അതായത് എലിവേഷനിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ റെക്റ്റാങ്കുലർ ഷേപ്പും കാണും. അപ്പോൾ ആദ്യം നമ്മൾ അതാണ് വരയ്ക്കേണ്ടത്. 30 mm ഒരു സൈഡ് വരച്ചു. ഇവിടെ ആദ്യത്തെ ഒരു എഡ്ജ് തന്നെ ഞാൻ വരച്ചപ്പോൾ XY ആക്സിന് പാരലായിട്ട് വരച്ചു. എന്താ അങ്ങനെ വരക്കാൻ കാരണം, പിന്നീട് നമ്മളുടെ അടുത്തേക്ക് ചെരിക്കുമ്പോൾ ഒരു എഡ്ജിലത് കിടക്കണമല്ലോ. അപ്പോൾ നമ്മളുടെ ഭാഗത്തേക്ക് ഒരു എഡ്ജായിട്ട് വരക്കണം, എന്നാലേ നമുക്ക് പിന്നീട് നമ്മളുടെ ഭാഗത്തേക്ക് ചെരിക്കുമ്പോൾ ഒരു എഡ്ജിലത് കിടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചത്. സോ ആദ്യം ഒരു സൈഡ് വരച്ചു. ഇനി എങ്ങനെയാണ് ഹെക്സഗൺ കംപ്ലീറ്റ് ചെയ്യുക? ഈ 30 mm തന്നെ കോമ്പസിലെടുക്കുക, എന്നിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഈ എൻഡിൽ കോമ്പസ് കുത്തിയിട്ടും ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ആ ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയ പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട്, കോമ്പസിൻ്റെ അളവൊന്നും മാറ്റണ്ട, ഹെക്സഗൺ ആകുമ്പോൾ വളരെ എളുപ്പമാണ്, സെയിം അളവിൽ നമുക്ക് ഒരു സർക്കിൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. തിൻ ലൈനായിട്ട് വരച്ചാൽ മതിയേ. അതിനുശേഷം പിന്നെയും കോമ്പസിൻ്റെ അളവ് മാറ്റണ്ട, ഈ ഒരു എഡ്ജിൽ കുത്തിയിട്ട് ഒരു ആർക്ക് ഇങ്ങോട്ട് വരയ്ക്കുക. ഈ എഡ്ജിൽ കുത്തിയിട്ട് ഈ ഭാഗത്തേക്കും ഒരു ആർക്ക് വരയ്ക്കുക. ഇനി ഈ ആർക്കിൻ്റെ പോയിന്റിൽ കുത്തിയിട്ട് ഒരു ആർക്ക് വരയ്ക്കുക, ഈ ആർക്കിൽ കുത്തിയിട്ടും വരയ്ക്കുക. ഇപ്പോൾ നമുക്ക് ഈ ആർക്ക് സർക്കിളിൽ ഇവിടെയൊക്കെ കട്ട് ചെയ്തില്ലേ, അത് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്താൽ നമുക്ക് ഹെക്സഗൺ ആവും. പ്രിസം ആയതുകൊണ്ട് ഈ കോണിന്ന് സെൻറ്ററിലേക്ക് വരയ്ക്കരുത്, അത് പിരമിഡിനാണ് അങ്ങനെ വരയ്ക്കുക. പ്രിസത്തിനാകുമ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഒരു വരയൊന്നും വരയ്ക്കില്ല, കാരണം പ്രിസത്തിൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞാൽ നേരെ പെർപെൻഡിക്കുലർ ആയിരിക്കും, മുകളിൽ നിന്ന് നോക്കുന്ന ആൾക്ക് ആ എഡ്ജുകൾ കാണില്ല. അപ്പോൾ നമ്മൾ ഇതിന് പേര് കൊടുക്കാം. പ്രിസം ആയതുകൊണ്ട് മുകൾ ഭാഗത്തിനും താഴെ ഭാഗത്തിനും പേര് കൊടുക്കാം. മുകൾ ഭാഗത്തിന് ഞാൻ 1 2 3 4 കൊടുക്കുകയാണ്. 1 2 3 4 5 6. താഴെ ഭാഗം മുകളിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കാണില്ലല്ലോ, അത് ബ്രാക്കറ്റിൽ കൊടുത്തു. A B C D E F. ഇതിൻ്റെ ആക്സിസിന് പേര് കൊടുക്കാം P Q. P മുകളിൽ നോക്കുന്ന ആൾക്ക് കാണില്ല. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മുകൾ ഭാഗത്ത് എലിവേഷൻ വരക്കണം. ഈ ഒരൊറ്റ ലൈന് ഈ രണ്ട് കോർണറിലൂടെയും കടന്നു പോകും. ഇനി ഇവിടെ നമ്മൾ വരയ്ക്കുന്ന ഒരു ലൈന് ഈ രണ്ട് കോർണറിലൂടെയും കടന്നു പോകും. ഇനി ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്നുള്ള ഒരു പ്രൊജക്ഷൻ, ഒരു ലൈന് മാർക്ക് ചെയ്യണം. ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഹൈറ്റ് മാർക്ക് ചെയ്യേണ്ടത്. എത്രയാണ് പ്രിസത്തിൻ്റെ ഹൈറ്റ് പറഞ്ഞത്? 60 അല്ലേ. സോ 60 ഈ XY ആക്സിൽ നിന്ന് തന്നെ തുടങ്ങണേ, കാരണം അത് ഗ്രൗണ്ടിൽ റെസ്റ്റ് ആയതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ആ XY ആക്സിൽ നിന്ന് തന്നെ തുടങ്ങുന്ന പോലെയാണിത് മനസ്സിലാവുക. ആക്സിസ് ലൈന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴേ ഇവിടെ വരച്ചിടാം. ചെയിൻ ലൈനായിട്ടാണ് സെൻറ്റർ ലൈന് അല്ലെങ്കിൽ ആക്സിസ് ലൈന് വരയ്ക്കുക. ഇനി ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത് ഒരു ബോക്സായിട്ട് അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളായിട്ടല്ലേ കാണുക. സോ ആ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. ഹൈറ്റ് 60 വെച്ചിട്ടുള്ള റെക്റ്റാങ്കിൾ. കാണുന്ന ലൈൻസൊക്കെ ഞാനിവിടെ റെഡായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ റെഡ് കാണുന്നതൊക്കെ നിങ്ങൾ വരയ്ക്കുമ്പോൾ തിക്ക് ലൈനാണെന്ന് മനസ്സിലാക്കുക. ഇനി കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു പെൻസിലോ സ്കെയിലോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ താഴെ ഭാഗത്തേക്കുള്ള എല്ലാ പോയിൻറ്റുകളും കാണും, ഈ രണ്ട് എൻഡുകളടക്കം. സോ 1 2 3 4 കാണും, ABCD കാണും. എന്നാൽ ഇതിൻ്റെ മറുവശത്ത് അല്ലെങ്കിൽ മുകൾ ഭാഗത്തുള്ള
പോയിൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഇ എഫ് അല്ലെങ്കിൽ 5, 6 ഈ പോയിൻറ്റുകൾ കാണില്ല. സോ പോയിൻ്റ് മുകൾ ഭാഗത്താണല്ലോ 1, 2, 3, 4, താഴെ ഭാഗത്താണ് ABCDF. സോ മുകൾ ഭാഗത്ത് ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 1 വരും, അത് കാണും. ഈ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 2 വരും, അത് കാണും. 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 3 വരും, അത് കാണും. 4ന് ഇവിടെ 4 കാണും. എന്നാൽ 5 കാണില്ല. സോ ഈ 5ഉം 3യും ഒറ്റ ലൈനിലാണ് പോണത്. സോ ഇവിടെ 5 അത് കാണില്ല. ഇനി ഈ 2ൻ്റെ നേരെ കൂടെയാണ് 6, അത് കാണില്ല. ഈ മുകൾ ഭാഗത്തുള്ളതെല്ലാം ഡാഷുള്ള രൂപത്തിൽ എഴുതണം, നമുക്കറിയാം എലിവേഷൻ ആയതുകൊണ്ട്. സോ 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് ആ രൂപത്തിലാണ് പോവുക. ഇനി അതേപോലെ താഴെ ഭാഗത്ത് മാർക്ക് ചെയ്യുമ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എ ഡാഷ് കാണും, ബി ഡാഷ് കാണും, സി ഡാഷ് കാണും, ഡി ഡാഷ് കാണും. എന്നാൽ സെൻട്രൽ നിന്ന് മുകളിലേക്ക് നിൽക്കുന്ന ഈ പോയിൻറ്റുകൾ കാണില്ല, ഇയും എഫും കാണില്ല. ഇ ഇവിടെയാണ് വരുന്നത്, കാണില്ല. എഫ് കാണില്ല. ഇനി പി ക്യു, ഇവിടെ പി വരും, ഇവിടെ ക്യൂ വരും. പി ഡാഷ് ക്യൂ ഡാഷ് അത് ബ്രാക്കറ്റിനകത്ത് വേണമെങ്കിൽ ഇടാം, സെൻറ്റർ പോയിൻ്റ് ആയതുകൊണ്ട് ഇനി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഐസോമെട്രിക് വ്യൂ വരക്കണം. ഐസോമെട്രിക് വ്യൂ വരക്കുമ്പോൾ നേരെ ആദ്യം ഒരു ലൈന് വരയ്ക്കുക. അതിൻ്റെ സെൻറ്ററിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് 30 ഡിഗ്രിയിൽ നമ്മൾ 2 ലൈന് വരയ്ക്കുക. ഇനി ഈ കാണുന്ന ഹെക്സഗണിനെ ഇവിടേക്ക് വരക്കണം എന്നുണ്ടെങ്കിൽ ഈ ഹെക്സഗണിനെ നമ്മളൊരു ബോക്സിലേക്ക് മാറ്റണം. നേരത്തെ നമ്മൾ കോൺ വരച്ചോ പറഞ്ഞില്ലേ, അതുപോലെ. സോ ഞാൻ ഈ ഹെക്സഗണിൻ്റെ ചുറ്റും ഒരു ബോക്സ് വരയ്ക്കുകയാണ്, എന്നാലേ നമുക്ക് അങ്ങോട്ട് അതിനെ ഈ ഹെക്സഗണിനെ വരക്കാൻ പറ്റുള്ളൂ. നേരത്തെ പേര് കൊടുത്ത പോലെ നമുക്കിവിടെ LMNO എന്ന് പേര് കൊടുക്കാം. ഇനി ഈ LMNO എന്ന് പറയുന്ന ബോക്സ് ഇവിടെ ഉണ്ടാക്കണം. അതിൽ ഈ ലെഫ്റ്റ് L എന്ന് പറയുന്ന ഈ പോയിൻ്റ് ആയിരിക്കും സെൻറ്റർ പോയിൻ്റ്. കാരണം ഇത് കുത്തനെ വെച്ചിരിക്കുകയാണ് പ്രിസം. കിടത്തി വെച്ചതാണെങ്കിൽ M എന്നുള്ള പോയിൻ്റ് ആയിരിക്കും സെൻറ്ററിൽ വരിക. ഇത് കുത്തനെ വെച്ചതായതുകൊണ്ട് L എന്നുള്ള പോയിൻ്റാണ് ഇവിടെ സെൻറ്ററിൽ വരിക. സോ ഈ സെൻറ്റർ പോയിൻ്റ് L ആണ്. ഇനി M എന്നുള്ള പോയിൻ്റ് ഈ ലൈനിന്മേലാണ് കിട്ടേണ്ടത്. അതിന് ഇവിടുന്ന് Lൽ നിന്ന് Mലേക്കുള്ള അളവ് നോക്കണം. സോ ഇവിടെ അളന്ന് നോക്കുക, എത്രയാണെങ്കിലും കോമ്പസിലെടുത്താലും മതി. സോ അവിടെ കിട്ടിയ സെയിം അളവ് വെച്ചിട്ട് ഇവിടെ നിങ്ങൾ പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇത് M ആണ്, ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുക. ഇനി O എന്നുള്ളത് ഈ ലൈനിന്മേൽ കിട്ടണം. അതിന് L നിന്ന് Oയിലേക്കുള്ള അളവ് നോക്കണം. ഇനി നിങ്ങൾക്ക് ഈ റോളർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നേരെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇവിടെ ഒരു പാരലൽ ലൈൻ വരക്കാം. പക്ഷേ അങ്ങനെ വരക്കുമ്പോഴും പലപ്പോഴും ഈ റോളർ സ്കെയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരുന്നില്ല, കുറേയൊക്കെ അങ്ങോട്ട് എത്തുമ്പോൾ തെറ്റാറൊക്കെ ഉണ്ട്. എങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആ ലൈന് കിട്ടും. പിന്നെ കൂടുതൽ സമയം ചിലവാവില്ല. അല്ലെങ്കിൽ കോമ്പസിലെടുത്തിട്ട് നിങ്ങൾക്ക് വരക്കാം. കോമ്പസിലെടുത്ത് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്നുള്ള ഈ അളവ് കോമ്പസിലെടുത്തിട്ട് അത് ഇവിടുന്ന് വേണം വരക്കാൻ. ഒരു ആർക്ക് ഇവിടെ കിട്ടും. അതേപോലെ ഈ അളവ് എമ്മിലേക്കുള്ള അളവ് കോമ്പസിലെടുത്തിട്ട് ഇവിടുന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാം. ബോക്സിൻ്റെ പേര് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ LM മാർക്ക് ചെയ്തു. ഇനി എല്ലിൽ നിന്ന് ഇങ്ങോട്ട് O, എല്ലിൽ നിന്ന് ഇങ്ങോട്ട് O, പിന്നെ ഇവിടെ N അല്ലേ, LMNO, ഇവിടെ N. സോ LMNO ഇതേ ബോക്സ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അളവിൽ വ്യത്യാസമല്ല, ഷേപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഹെക്സഗണിനെ ഇതിലേക്ക് വരക്കണം. എങ്ങനെയാണ് വരയ്ക്കുക? ഇപ്പോൾ വളരെ എളുപ്പമാണ്. LO എന്നുള്ള സൈഡിൻ്റെ സെൻട്രലല്ലേ ഈ ഹെക്സഗണിൻ്റെ ഈ കോർണർ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ LO എന്ന് പറയുന്ന ഈ ഒരു സൈഡിൻ്റെ സെൻറ്റർ നോക്കുക. ആ സെൻറ്ററിലാണ് ആ പോയിൻ്റ് വരിക. സോ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നോക്കിയാൽ മതി. സോ ഇവിടെ ഞാനിതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെയും വരിക. ഇവിടെ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് തന്നെയാണ് വരിക. ഇനി LM എന്നുള്ള ഈ ഒരു സൈഡിൽ 2 പോയിൻ്റ് വരുന്നുണ്ട്. ഈ ഹെക്സഗണിന് 2 കോർണർ ഈ ലൈനുമ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഈ എല്ലിൽ നിന്ന് എത്ര അകലുണ്ട് നോക്കിയാൽ മതി. അതേ അകലം തന്നെയായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടും വരിക. സോ ആ അകലം ഇവിടെ മാർക്ക് ചെയ്യുക. കോമ്പസിലെടുത്തിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ 4 ഭാഗത്തു നിന്ന് പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ പറ്റുമേ. ഇതേപോലെ ഈ ലൈനുമേയും സെയിം അകലത്തിൽ വരും. ഇപ്പോൾ 6 കോർണറുകളും ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആ കോർണറുകൾ തമ്മിലങ്ങ് ജോയിൻ ചെയ്യാം. ഈ LM എന്ന് പറയുന്ന ഈ ഭാഗത്ത് BC23 എന്ന് പറഞ്ഞ ആ ലൈന് വരുന്നുണ്ട്. സോ അതിൽ അടിഭാഗമാണ് ഇതിന്മേൽ വരിക. സോ BC നമുക്ക് ഇങ്ങോട്ട് വരക്കാം. ഞാൻ ആദ്യം
തിന്നായിട്ട് വരക്കാം. പിന്നെ നമുക്ക് കാണുന്നതൊക്കെ പിന്നീട് തിക്കാക്കാം. ബി സി എന്ന് പറയുന്ന ഈ സൈഡാണ് എൽ എമ്മിൽ വരുന്നത്. സോ എൽ എമ്മിൽ ബി സി വരുന്നുണ്ട്. ഇ എഫ് വരുന്നുണ്ട് എൻ ഒ എന്ന് പറയുന്ന ഭാഗത്ത്. എൻ ഒ എന്ന് പറയുന്ന ഭാഗത്ത് ഇ എഫ് വരുന്നുണ്ട്. സോ ഇത് ഇ എഫ് ആണ്. സോ ഇത് ഇ എഫ്. ഇനി എഫിൽ നിന്ന് ഈ മിഡ് പോയിൻറ്റിലേക്ക്. സോ എഫിൽ നിന്ന് ഈ മിഡ് പോയിൻറ്റിലേക്ക്. അതേപോലെ ബാക്കിയെല്ലാം സിമിലർലി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് എ ബി സി, ഇത് ഡി, ഇ എഫ് എല്ലാം ആയി. ഇനി ഇതിന് മുകൾ ഭാഗം കിട്ടണം. മുകൾ ഭാഗം കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. എല്ലാ പോയിന്റിൽ നിന്നും എത്രയാണ് ഇതിൻ്റെ ഹൈറ്റ്? ഈ പ്രിസ് ആകുമ്പോൾ ഒരു എളുപ്പം എന്താ വെച്ചാൽ ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റ് എല്ലാ പോയിന്റിൽ നിന്നും മേലേക്ക് എടുത്താൽ മതി. ഇതിൻ്റെ ഹൈറ്റ് 60 അല്ലേ? സോ എല്ലാ പോയിന്റിൽ നിന്നും മേലേക്ക് 60 എടുക്കുക. ഈ എ എന്നുള്ള പോയിന്റിൽ നിന്ന് കറക്റ്റ് 60 മേലൊരു പോയിന്റ് മാർക്ക് ചെയ്യുക. കറക്റ്റ് 60 മുകൾ ഭാഗത്തൊരു പോയിന്റ് മാർക്ക് ചെയ്യുക. എയിൽ നിന്ന് ബിയിൽ നിന്ന് കറക്റ്റ് 60 മാർക്ക് ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ടത്, പേര് കൊടുക്കുന്ന സമയത്ത് മുകൾ ഭാഗത്ത് പേര് കൊടുക്കുമ്പോൾ എയുടെ നേരെ മേലെയുള്ള പോയിൻ്റാണ് 1. സോ എയിൽ നിന്ന് നമ്മൾ 60 മേലേക്ക് ഒരു പോയിൻ്റ് എടുത്തില്ലേ, അതാണ് 1. അത് മാറിപ്പോകരുത്. അതേപോലെ ബിയുടെ നേരെ കൂടെ ഉള്ളതാണ് 2. സോ ബിയിൽ നിന്ന് മേലേക്ക് 60 നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്ത്, അതാണ് 2. സിയുടെ നേരെ മേലെ ആയിരിക്കും 3. അങ്ങനെ 1 2 3 4 5 6 മുകളിലും കിട്ടും, എ ബി സി ഡി താഴെയും കിട്ടി. ഇനി ആ മുകളിലുള്ള 1 2 3 4 ജോയിൻ ചെയ്യാം. പ്രിസത്തിൻ്റെ മുകൾ ഭാഗം നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിക്ക് ലൈൻ ആദ്യമേ ഉപയോഗിക്കാം. കാരണം പ്രിസത്തിൻ്റെ മുകൾ ഭാഗം എന്തായാലും ഫുള്ളായിട്ട് നമ്മൾ കാണും. കാരണം നമ്മുടെ ഭാഗത്തേക്കല്ലേ ചരിക്കുന്നത്. സോ നമ്മുടെ ഭാഗത്തേക്ക് മുകൾ ഭാഗം ചരിക്കുമ്പോൾ മുകൾ ഭാഗം എന്തായാലും ഫുള്ളായിട്ട് കാണും. സോ ആ ഐഡിയ ഉണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ വരയ്ക്കുമ്പോഴേ മുകൾ ഭാഗം നമുക്ക് തിക്കായിട്ട് വരയ്ക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ലെഫ്റ്റ് സൈഡും ഏറ്റവും റൈറ്റ് സൈഡും എന്തായാലും കാണും. സോ ഏറ്റവും ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈന് എഫും 6ഉം തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈന്, അത് ഷുവറായിട്ടും കാണും. ഏറ്റവും റൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ വരിക? ഏറ്റവും റൈറ്റ് എന്ന് പറഞ്ഞാൽ 3ഉം സിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈന്, അതും കാണും. ഇനി അടിഭാഗത്ത് എപ്പോഴും നമ്മൾ പറയാറുള്ള നിയമം എന്താണ്? അടിഭാഗത്ത് സെൻറ്റർ ടു സെൻറ്റർ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വരച്ച ഈ ലൈനുകൾ തമ്മിലൊരു സ്കെയിലോ മറ്റോ വെച്ച് പെൻസിലോ മറ്റോ വെച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മളുടെ അടുത്തേക്കുള്ള ഭാഗം കാണും, നമ്മളിൽ നിന്ന് വിട്ട് നിൽക്കുന്ന മുകൾ ഭാഗത്തേക്കുള്ള ഭാഗം കാണില്ല. സോ ഇവിടെ നമ്മുടെ അടുത്തേക്കുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ എ ബി സി എന്ന് പറയുന്ന ഇത്രയും ഭാഗം കാണും. ബാക്കിയുള്ള ഈ ലൈനുകളൊന്നും കാണില്ല. ഇത് ബാക്ക് സൈഡിലേക്കാണ് പോവുക. നമ്മളുടെ ഭാഗത്തേക്ക് മുകൾ ഭാഗം നമ്മളുടെ അടുത്തേക്ക് ചരിക്കുമ്പോൾ ഈ സൈഡ് ബാക്കിലേക്ക് പോകും. സോ ഇത് ഡാഷ് ലൈനായിട്ട് കാണാത്തത്, ഹിഡൻ ഉള്ളത് ഡാഷ് ലൈനായിട്ട് കാണിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, 2 തിക്ക് ലൈനുകളുടെ ഇടയിൽ വരുന്ന കോർണർ ഉണ്ടല്ലോ, ആ കോർണറിൽ നിന്ന് മേലേക്ക് വരയ്ക്കുന്ന ലൈന് തിക്കായിരിക്കും. 2 ഡാഷ് ലൈനുകളുടെ കോർണറിൽ നിന്ന് മേലേക്ക് വരയ്ക്കുന്ന ലൈന് ഡാഷ് ലൈനായിരിക്കും. സോ ഇവിടെ 2 തിക്ക് ലൈനുകളുടെ കോർണറാണ് ഇത്. അവിടെ നിന്ന് മേലേക്ക് വരയ്ക്കുന്ന ലൈന് തിക്കായിരിക്കണം. ഇവിടെ അതേപോലെ തന്നെ. എന്നാൽ ഇത് ഇ എന്നുള്ളത് 2 ഡാഷ് ലൈനുകളുടെ ഇടയിൽ വരുന്ന കോർണറാണ്. അതിൽ നിന്ന് മേലേക്കുള്ള ലൈന് ഡാഷ് ലൈൻ ആയിരിക്കും. അതേപോലെ ഇവിടെ ഈ 2 ഡാഷ് ലൈനുകളുടെ ഇടയിൽ നിന്ന് വരുന്ന കോർണർ എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം എല്ലാം നോക്കണ്ട കേട്ടോ. മുകൾ ഭാഗം എല്ലാം തിക്ക് ലൈനാണ്, അതെല്ലാം നോക്കണ്ട്. ഈ താഴെ ഭാഗത്തുള്ളതിൽ വെച്ചിട്ട് ഡാഷ് ലൈനുകളുടെ കോർണറിൽ നിന്ന് മേലേക്ക് പോകുന്ന ലൈന്, അതേപോലെ തന്നെ തിക്ക് ലൈനുകളുടെ ഇടയിൽ നിന്ന് മേലേക്ക് പോകുന്ന ലൈൻ, ആ രൂപത്തിലാണ് നിങ്ങൾ നോക്കേണ്ടത്. സോ നോക്കൂ നിങ്ങൾ, ഇപ്പോൾ നമുക്കൊരു ഐസോമെട്രിക് വ്യൂ കിട്ടി. ഇവിടെ കാണിച്ച ഓർത്തോഗ്രാഫിക്കിൻ്റെ ഐസോമെട്രിക് വ്യൂ ആണിത്. ഇനി ഇതിൻ്റെ ആക്സിസ് മാർക്ക് ചെയ്യാം. ആക്സിസ് എന്ന് പറയുമ്പോൾ താഴെ ഭാഗത്തെ സെൻറ്ററിൽ നിന്ന് മുകൾ ഭാഗത്തെ സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന ഒരു ചെയിൻ ലൈന്. താഴെ ഭാഗത്തുള്ള സെൻറ്റർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? താഴെ ഭാഗത്തുള്ള ബോക്സിൻ്റെ 2 ഡയഗണലിൽ കൂട്ടിമുട്ടുന്ന സ്ഥലം നോക്കിയാൽ പോരെ. സോ ഇവിടെ ഒരു ഡയഗണൽ ഇതാണ്, അടുത്ത ഡയഗണൽ ഇതാണ്. 2 ഡയഗണലും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലം. അവിടെ നിന്ന് നേരെ മേലെ ഭാഗത്തുള്ള ഈ ഒരു ഹെക്സഗണിൻ്റെ സെൻറ്ററിലേക്ക്
60, അത് നേരെ 60 മേലേക്ക് വരച്ചാൽ മതി, കാരണം ആക്സിസ് 60 ആയിരിക്കുമല്ലോ. സോ ഇവിടുന്ന് നേരെ മേലേക്ക് 60 അങ്ങ് വരച്ചാൽ മതി. കറക്റ്റ് വെർട്ടിക്കലായിട്ട് വരയ്ക്കുക. ഇത് ചെയിൻ ലൈനായിട്ട് മാർക്ക് ചെയ്യുക. താഴെ പിയും മുകൾ ഭാഗത്ത് ക്യൂ. ഇനി ഡയമെൻഷനിങ് ചെയ്യണം. ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ MM എഴുതി വെക്കും വേണം. സോ ഡയമെൻഷൻ ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന അളവുകളെല്ലാം മാർക്ക് ചെയ്യണം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അളവുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഹെക്സഗൻ്റെ ഓരോ സൈഡും 30 ആണ് തന്നിട്ടില്ലേ, സോ അത് മാർക്ക് ചെയ്യുക. ഹെക്സഗൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് കൊണ്ടുപോയിട്ട് 30 എന്ന് മാർക്ക് ചെയ്യുന്നു. ഹൈറ്റ്, ഹെക്സഗൻ്റെ ഹൈറ്റ് 60 ആണ് തന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ ഇതിനകത്ത് മാർക്ക് ചെയ്യുക? ഇതിനകത്ത് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഐസോമെട്രിക് ആയതുകൊണ്ട് നമ്മൾ ഡയമെൻഷനിങ്ങും ആ ഒരു ഷേപ്പിൽ തന്നെ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ EF എന്നുള്ള ഈ ലൈനിനെയാണ് 30 ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ EFൻ്റെ ഈ ഭാഗത്തുനിന്ന് ഒരു ലൈൻ ഇങ്ങോട്ടും ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങോട്ടും, അതായത് ഈ ലൈനിന് പാരലായിട്ട് വേണം വരയ്ക്കാൻ. ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഡയമെൻഷനിങ് ചെയ്യുന്ന സമയത്തുള്ള ലൈന് ഇതിന് പാരലായിട്ടും വരയ്ക്കുക. സോ ദിസ് ഈസ് 30. അതേപോലെ ഹൈറ്റ് മാർക്ക് ചെയ്യുമ്പോൾ സെൻറ്റർ ടു സെൻറ്റർ അല്ലേ, ഈ സെൻറ്ററിൽ നിന്ന്, അപ്പോൾ ഈ കാണുന്ന ലൈനിന് പാരലായിട്ട് വരയ്ക്കുക. ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ MM എന്ന് എഴുതി വെക്കുകയും ചെയ്യാം. ഈ ആംഗിള് 30 ഡിഗ്രിയാണ്, ഈ ആംഗിളും 30 ഡിഗ്രിയാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഐസോമെട്രിക് വ്യൂ എന്നുള്ളത്. ഇനി ഇപ്പോൾ ഇതിൻ്റെ ഒരു പിരമിഡാണ് ചോദിച്ചെങ്കിൽ, ഹെക്സഗണൽ പിരമിഡ് ആണെങ്കിൽ ഈ മുകൾ ഭാഗത്ത് എന്തായിരിക്കും, ഈ ഒരു പോയിൻ്റ് മാത്രമേ വരിക. എന്നിട്ട് ഈ താഴെ ഭാഗത്തുള്ള എല്ലാ കോർണറിൽ നിന്നും അങ്ങോട്ട് ഓരോ ലൈനാണ് വരിക അല്ലേ. മുകൾ ഭാഗത്ത് ഇത്രയും ഭാഗം ഉണ്ടാവില്ല, അതിന് പകരം എല്ലാ അടിഭാഗത്തുള്ള കോർണറിൽ നിന്നും ഇങ്ങോട്ട് ഓരോ വരയാണ് വരിക, എഡ്ജാണ് വരിക. നമുക്കത് അടുത്ത വീഡിയോയിൽ ചെയ്യാം.